Hello aspirants, welcome to Visham Academy. Internal security inner line permit ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നർ ലൈൻ പെർമിറ്റ് കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു, ഏതൊക്കെ പ്ലേസസിലാണ് അതുള്ളത്, ഇമ്പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. 1873 ഇത് ഓൾ ഓവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ആണ് ഇതിന് തുടക്കം, ഇന്നർ ലൈൻ പെർമിറ്റ് അല്ലെങ്കിൽ ILPൻ്റെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ക്യൂൻ എഗെയിൻസ്റ്റ് ട്രേഡ് ഓഫ് ഓയിൽ, ടീ, എലഫൻസ് ബിക്കോസ് ഷീ ഹാസ് ദ റൈറ്റ്സ് ടു ട്രേഡ്. അപ്പോൾ അന്നത്തെ സമയം ക്വീൻ ആ ടൈമിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ട്രേഡിൽ, ലൈക്ക് ഓയിൽ, ടീ, എലഫൻസ്, ആ ട്രേഡിൽ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ILP ഫസ്റ്റ് കൊണ്ടുവന്നത്. കാരണം അവർക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിൽ. അപ്പോൾ ILP ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ റീജിയൻ ആസാം. ലേറ്റർ ഇറ്റ് കെയിം ഇൻ ടു മിസോറാം, നാഗാലാൻഡ് ആൻഡ് അരുണാചൽ പ്രദേശ്. ഡിമാൻഡ് ഫസ്റ്റ് മണിപ്പൂരിലും മേഘാലയയിലും ഇമ്പോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ILP ഈസ് ആൻ ഒഫീഷ്യൽ ട്രാവൽ ഡോക്യുമെന്റ് issued by the Government of India to allow travel of an Indian citizen into a protected area for a limited period of time. It depends on each state. അപ്പോൾ ILP എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ, ഇപ്പോൾ എല്ലാവരുടെയും കൊടുക്കുന്നുണ്ട്, ഒരു ഒഫീഷ്യൽ ട്രാവൽ ഡോക്യുമെൻ്റ് ആണ് ILP എന്ന് പറയുന്നത്. അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസണിൽ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു പെർമിറ്റാണ് ILP എന്ന് പറയുന്നത്. അത് ഓരോ സ്റ്റേറ്റിലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ ഇന്ത്യൻ സിറ്റിസൺ ടു ഔട്ട്സൈഡ് സ്റ്റേറ്റ് ഫോർ ഒബ്റ്റെയിൻ പെർമിറ്റ് ഫോർ എൻ്ററിങ് ഇൻ ടു ദ പ്രൊട്ടക്റ്റഡ് ഏരിയ. ഇപ്പോൾ ഒരു ഏരിയ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിസൺ നിർബന്ധമായിട്ടും ഈ ILP ഉണ്ടായിരിക്കണം, ടു ട്രാവൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആൻഡ് ഓൾസോ എൻ്ററിങ് ഇൻ ടു ദാറ്റ് സ്റ്റേറ്റ്. The document is an effort by the government to regulate to certain areas located near the international border of India. അപ്പോൾ ഈ ILP എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബോർഡർ, അതായത് വേറൊരു കൺട്രിയുമായിട്ട്, ലൈക്ക് ചൈന, നേപ്പാൾ, അങ്ങനെ വേറൊരു കൺട്രിയുമായിട്ട്, ബംഗ്ലാദേശ്, അങ്ങനെ ഇൻ്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയാസിലായിരിക്കും ഈ ഡോക്യുമെൻ്റ് ഗവൺമെൻറ് എഫേർട്ടബിളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. And this is an offshoot of the Bengal Eastern Frontier Regulation 1873, നേരത്തെ പറഞ്ഞ പോലെ, which protected Crown's interest, അതായത് ക്വീനിൻ്റെ ഇൻട്രസ്റ്റ് ഇൻ ടീ, ഓയിൽ ആൻഡ് എലഫന്റ് ട്രേഡ് by prohibiting the British subject from entering into this protected area. ആ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ബ്രിട്ടീഷുകാരെ എൻ്റർ ചെയ്യാനുള്ള പ്രൊഹിബിഷൻ, അതായത് അവർ വന്നു കഴിഞ്ഞാൽ ട്രേഡ് നടത്തും. സോ ക്രൗണിൻ്റെ ഇൻട്രസ്റ്റ് കുറവാകും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ILP കൊണ്ടുവന്നത്. ദ വേർഡ് ബോർഡർ സെക്യൂരിറ്റി വാസ് റീപ്ലേസ്ഡ് ബൈ സിറ്റിസൻസ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ 1950. അപ്പോൾ ഈ ILP എന്നുള്ള നെയിം ബോർഡർ സെക്യൂരിറ്റി എന്നുള്ള റീപ്ലേസ് ചെയ്തത് 1950-ലായിരുന്നു. ബട്ട് ദ ILP വിച്ച് ഈസ് നൗ ഇൻ എക്സിസ്റ്റൻസ് ഈസ് ലാർജ്ലി ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ട്രൈബൽസ് ഡ്യൂറിങ് ഇൻ ദിസ് ഏരിയാസ്. ആ ഏരിയാസിൽ ട്രൈബൽസിനെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ILP ഇപ്പോൾ നിലവിലുള്ളത്. ഓരോ സ്ഥലത്തും എങ്ങനെയാണെന്ന് നോക്കാം. അരുണാചൽ പ്രദേശിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ സെക്രട്ടറി ഓഫ് ഗവൺമെൻറ് ഓഫ് അരുണാചൽ പ്രദേശ്. ഇറ്റ് ഈസ് ഫോർ എൻറ്ററിങ് ഇൻ ദ ചെക്ക് ഗേറ്റ്സ് ഓഫ് ആസാം or Nagaland, Assam അല്ലെങ്കിൽ Nagaland. An ILP for temporary visitors is valid for 15 days and from the extended to the period of 1 year and the family members those who seeking employment. അപ്പോൾ ILP എന്ന ടെമ്പററി വിസിറ്റേഴ്സിന് മിനിമം 50 ഡേയ്സിലേക്ക് കൊടുക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ദ പീരീഡ് ഓഫ് 1 year ഓൾസോ. ആൻഡ് ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സീക്ക് ചെയ്യാനും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് മിസോറാം. മിസോറാം ടെമ്പററി ILP is valid for 15 days and can be extended to another 15 days and even to 1 month in case of exceptional circumstances. അപ്പോൾ
അൺലൈക്ക് അരുണാചൽ പ്രദേശ്, മിസോറാമിൽ 15 ഡേയ്സിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ അനദർ 15 ഡേയ്സിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈവൺ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 1 month. അതൊരു എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ആണെങ്കിൽ 1 month ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. However, the regular ILP is given for a period of 6 months. അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ്, നേരത്തെ പോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ്. അപ്പോൾ ILP എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് ആണ്. Nagaland. In Nagaland, ILP is new for citizens entering across interstate checkpoints, and it is given for the period of 15 days and permanent for the period of 1 year. In Dimapur, there is no ILP. അപ്പോൾ ദിമാപൂരിൽ ILP ഇല്ല. ഇൻ നാഗാലാൻഡിൽ ILP ഇസ് ന്യൂ ഫോർ സിറ്റി, അതായത് ഇൻ്റർസ്റ്റേറ്റിൽ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് ചെക്ക് പോയിൻറ്റ്സിൽ കൊടുക്കുന്നത്. ഇൻ്റർസ്റ്റേറ്റ് ചെക്ക് പോയിൻറ്റ്സിൽ എൻ്റർ ചെയ്യുന്ന പുതിയതായിട്ട് വരുന്ന സിറ്റിസൺസിന് ILP കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈസ് ഗിവൺ ഫോർ ദ പീരീഡ് ഓഫ് 15 days. അത് പെർമനൻറ്റ് ഫോർ ദ പീരീഡ് ഓഫ് 1 year. അപ്പോൾ ഇത്രയുമാണ് ILP എന്ന് പറയുന്നത്. അപ്പോൾ ILPയുടെ ടോപ്പിക് ഇവിടെ എൻ്റെ പാവാണ്. നെക്സ്റ്റ് ടോപ്പിക് നെക്സലിസം ആണ്. അത് ഫ്രഷ് ടോപ്പിക് ആയ കാരണം അത് വേറൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഓൾ ദി ബെസ്റ്റ്.